അനുസരിച്ചുകൊണ്ട് കടന്നു പോകുവാൻ അപ്പച്ചൻ ഞങ്ങളെ സഹായിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അതാ അങ്ങയുടെ ആത്മാവ് തന്നെ ഇന്ന് രാത്രി ആ വചനത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നന്നായിട്ട് അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ അറിയുന്ന ദൈവമേ, ഇന്ന് രാത്രി അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പേര് പേരായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ല നിലമാറ്റം വിത്ത് 100 മേനിയായിട്ട് ഫലം കായ്പാൻ സ്വർഗമിടയാക്കണം. കർത്താവ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, അവരുടെ എക്സാംസ് എല്ലാം നടക്കുകയാണല്ലോ. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറട്ടെ. അവരെല്ലാറ്റിനേക്കാളും ഉപരി അവരുടെ അപ്പനെ, അമ്മയെ, അവരുടെ കുടുംബത്തെ, അവരുടെ കുഞ്ഞുമക്കളെ എല്ലാവരെക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറട്ടെ. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവെ, നിങ്ങൾ മാതാപിതാക്കൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവയുടെ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പേര് പേരായിട്ട് ഏൽപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആരും ഞങ്ങളുടെ ഇഷ്ടമായിട്ട് കടന്നു വന്നതല്ല, ഞങ്ങളെ കൂട്ടി വരുത്തിയതാണ്. അങ്ങയുടെ മഹാദയക്കായിട്ട് നന്ദി, അങ്ങയുടെ മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് ഒരുക്കുന്നു താഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകൾ തുറക്കണം. ഞങ്ങൾ ഹൃദയത്തോട് ഇടപെടണം. അങ്ങയുടെ ജീവനും ആത്മാവും ഞങ്ങളുടെ മേൽ കടന്നു വന്ന് കർത്താവേ, ഞങ്ങളുടെ ചത്തുപോയ മരിച്ചുപോയ അവസ്ഥകളുടെ മേൽ, ജീവനില്ലാത്ത അവസ്ഥകളുടെ മേൽ ജീവനെ പകർന്നു തന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ അനുഗ്രഹിച്ചാണ് ഈ വചന കൂടാരത്തിനായിട്ട് കൂട്ടി വരുത്തിയ ജനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഹോളിൻ്റെ 4 അതിരുകളെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, തങ്കരത്തെ കൊണ്ട് മൂടി മറിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കോമ്പൗണ്ടിനെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എമ്മേ, അവിടുത്തെ ദൂതന്മാർ, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി മാത്രം ഇതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവെ, അവർ ഞങ്ങളോട് കാണിച്ച എല്ലാ വിശ്വസ്തതകൾക്കായിട്ട്, സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായിട്ട് നന്ദി. അപ്പം സകല മാനവും മഹത്വവും സ്തുതിയും പൂച്ചയും ആരാധനയും ഞങ്ങളങ്ങേക്ക് ഒരുമിച്ച് കരയറ്റുന്നു. ക്രിസ്തുയേശുവിൻ്റെ ചേർന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗം വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത്, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. നമുക്ക് ഒരു യുദ്ധം ഉണ്ടെന്ന്, ഒരു സ്പിരിച്വൽ വാർഫെയർ ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും ആത്മീക യുദ്ധത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ചിലർ പറയുന്നത്, എനിക്കൊരു യുദ്ധവും ഇല്ല പാസ്റ്ററെ. കർത്താവിന് സ്തോത്രം. ആത്മമണ്ഡലത്തിൽ ആമേൻ സ്തോത്രം നമ്മെ അവകാശം ചോദിക്കുന്ന, ആമേൻ നമ്മെ പാറ്റിക്കളയണമെന്ന് പറയുന്ന, ആമേൻ നമുക്കെതിരെ അപവാദം പറയുന്ന, രാപകലില്ലാതെ കുറ്റം പറയുന്ന, അപവാദിയായിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. പത്രോസിനെ കുറിച്ച് യേശു പറയുന്നത്, പത്രോസ്, നിന്നെ പാറ്റിക്കളയാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. കർത്താവിന് സ്തോത്രം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന് സ്തോത്രം. ആത്മമണ്ഡലത്തിൽ പിടിവലികൾ, ടഗ് ഓഫ് വാർ, വടം വലികൾ നടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ ഈ പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണടച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. കർത്താവിന് സ്തോത്രം. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ സ്തോത്രം ദിവസത്തിൽ ദൂതൻ കടന്നു വന്നിട്ട് പറയുന്നത്, ഏറ്റവും പ്രിയ പുരുഷനായിരിക്കുന്ന ദാനിയേൽ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ആദ്യം തന്നെ മറുപടി അയച്ചതാ.
എന്നാൽ പാഴ്സി ദേശത്തിൻ്റെ പ്രഭു ആമേൻ സ്തോത്രം അത് തടയുവാനിട്ടിടയായി. ആത്മമണ്ഡലത്തിൽ പോരുകൾ ഉണ്ട് എന്ന് അറിയുന്നവർക്കായിട്ട് ഈ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. രാത്രിയുടെ യാമങ്ങളിൽ അതിനെക്കുറിച്ച് ഓർത്ത് ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശുദ്ധന്മാർക്കായിട്ട്, വിശുദ്ധകൾക്കായിട്ട് കർത്താവിനെ ഞാൻ പിന്നെയും വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഹല്ലേലൂയ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് ഒരു ജയിച്ച യുദ്ധത്തിനകത്ത് ഏർപ്പെടാനാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. നമ്മുടെ യുദ്ധത്തിൻ്റെ ആമേൻ സ്തോത്രം അതിൻ്റെ റിസൾട്ട് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്. ആമേൻ. ഹല്ലേലൂയ നമ്മൾ അതിനകത്തൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ യുദ്ധങ്ങളൊന്നും നമ്മുടെ യുദ്ധങ്ങളല്ല. വചനം പറയുന്നത് ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. കർത്താവിന് സ്തോത്രം. നമ്മളായിരിക്കുന്ന ആത്മമണ്ഡലം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം നമ്മൾ ജയിച്ച മണ്ഡലമാണ്. കർത്താവിന് സ്തോത്രം. അതിനകത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആമേൻ സ്തോത്രം ദൈവത്തെക്കുറിച്ചും ആത്മീക യുദ്ധത്തെക്കുറിച്ചുമുള്ള പരിജ്ഞാനം മാത്രമാണ്. പിശാച് പലപ്പോഴും ജയമെടുക്കുന്നത് ആമേൻ നമ്മളെ മണ്ടരാക്കിക്കൊണ്ടാണ്. ആമേൻ. അവൻ ജയിച്ചിട്ടല്ല, അവന് കഴിവുണ്ടായതുകൊണ്ടല്ല, പിന്നെയോ അവൻ്റെ വർത്തമാനവും അവൻ്റെ ആമേൻ സ്തോത്രം അവൻ കൊണ്ടുവന്ന് വെക്കുന്ന കടലാസ് പുലികളെ കാണിച്ചാണ്, പട്ടം കാണിച്ചാണ് അവൻ പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം മുതൽ തന്നെ ആമേൻ പിശാചിൻ്റെ ഒരു തന്ത്രമായിരുന്നു ആമേൻ സ്തോത്രം നുണ പറഞ്ഞ് ആമേൻ സ്തോത്രം വഞ്ചിക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ. തിരുവചനം പറയുന്നത് പിശാച് നുണയനും നുണയൻ്റെ അപ്പനുമാണെന്നാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ബോഷ്കിൻ്റെ അപ്പൻ. അപ്പം ബോഷ്ക്ക് പറയുന്നവൻ കള്ളനാണ്. ആമേൻ. ആ പിശാച് എന്ന് പറയുന്നത് ആ കള്ളൻ്റെ അപ്പനാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എവറി ലൈസ് കംസ് ഫ്രം ദി എനിമി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു ആമേൻ സ്തോത്രം ആത്മമണ്ഡലത്തെക്കുറിച്ചുള്ള, ആത്മമണ്ഡലത്തിലെ പോരുകളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിരിക്കുന്ന ഒരു പാസേജാണ് നമ്മൾ വായിച്ച് കേട്ടത്. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്നു, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും ഈ പോരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ആമേൻ ഇത് ജഡപ്രകാരം പോരാടുന്ന ഒരു യുദ്ധമല്ല, പിന്നെയോ ഇത് ആത്മമണ്ഡലത്തിലെ യുദ്ധമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും, നമ്മുടെ വാക്കുകൾക്ക് ജയിക്കുവാൻ കഴിയുന്ന വിധത്തിൽ എത്ര സംസാരിക്കാൻ അറിയാമെങ്കിലും, ആമേൻ നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെങ്കിലും ഈ യുദ്ധം ജഡപ്രകാരമുള്ള യുദ്ധമല്ല. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് ജഡപ്രകാരമുള്ള യുദ്ധമല്ല. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ. ഇനി നമ്മുടെ ആയുധങ്ങൾ, ഈ യുദ്ധത്തിനകത്ത് നമുക്ക് ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ എന്ന് പറയുന്നത് ജഡികമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കാണുന്ന ആമേൻ സ്തോത്രം ഈ ലോകവും ആമേൻ അതിനകത്തുള്ള സകല കാര്യങ്ങളും ഒരു മായയാണെന്നാണ് ഇപ്പോൾ സയൻസ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ കേട്ട കാര്യമാണ്. കർത്താവിന് സ്തോത്രം. അതിൻ്റെ സയൻസിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുന്നു. ക്വാണ്ടം മെക്കാനിക്സ്, ഫോട്ടോൺ, മോളിക്യൂൾസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. കർത്താവിന് സ്തോത്രം. ആമേൻ. അവർ പറയുന്നത് ഐൻസ്റ്റീൻ്റെ കാലത്ത് മുതലുള്ള ആർഗ്യുമെൻ്റ് ആയിരുന്നു, കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ല. ആമേൻ. ഐൻസ്റ്റീൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആമേൻ ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കർത്താവിന് സ്തോത്രം. അദ്ദേഹം ആമേൻ സ്തോത്രം സയൻസിൽ അന്ന് വരെ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ഇക്വേഷനും വെച്ച് അതിനെ പ്രൂവ് ചെയ്തു. കർത്താവിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് പറയുകയാണ്, നമ്മൾ ഈ കാണുന്ന സാധനങ്ങൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഉള്ളതല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ആമേൻ. സയൻസ് പറയുന്നത് ആമേൻ അത് കാണുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം അത് സംഭവിക്കുന്ന ആ എൻഡിൽ മാത്രം ആമേൻ സ്തോത്രം അത് ഉണ്ടായി വരിക, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ കാണുവാൻ സാധിക്കുന്ന വിധത്തിൽ ആയിരിക്കുന്നു. എന്നാൽ അത് ഉള്ളതല്ല, അത് മായയാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഇന്ന് മോഡേൺ സയൻസ് അതിനെ ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. അതിനെക്കുറിച്ച് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. കർത്താവിന് സ്തോത്രം. ഇന്ന് വളരെ വൈഡായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ. അപ്പോൾ ഇന്ന് കാണുന്ന ഈ ബിൽഡിങ്സും ഈ കാണുന്ന സംഭവങ്ങളൊന്നും
യാഥാർത്ഥ്യമല്ല എന്ന് സയൻസ് പ്രൂവ് ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, ആമേൻ സ്തോത്രം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് പറയുകയാണ്, the things which we see are not eternal, it is temporal. എന്ന് പറഞ്ഞാൽ കാണുന്ന കാര്യങ്ങൾ, ആമേൻ സ്തോത്രം, നശ്വരമാണ്. കാണാത്ത കാര്യങ്ങൾ അനശ്വരമാണ്. കർത്താവിന് സ്തോത്രം. നമ്മൾ ഈ കാണുന്നതെല്ലാം നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ മായയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആമേൻ സ്തോത്രം, ഈ ആകാശവും ഭൂമിയും കടന്നു പോകും, ദൈവത്തിൻ്റെ വചനം മാത്രം നിലനിൽക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാണാത്ത മണ്ഡലത്തിലെ ആത്മീക യുദ്ധങ്ങളെക്കുറിച്ച് ഒരു ദൈവ പൈതൽ നന്നായിട്ട് ബോധ്യമുള്ളവനായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്നത്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വചനത്തിൻ്റെ ആഴങ്ങളും സത്യങ്ങളും തിരിച്ചറിയുന്നവനെ പിശാചിന് പൂട്ടാൻ പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം. ഒന്ന്, ആമേൻ സ്തോത്രം, ഈ ആത്മീക യുദ്ധം ജഡികമല്ല. രണ്ട്, ഈ ആത്മീക യുദ്ധത്തിലെ ആയുധങ്ങൾ, ആമേൻ സ്തോത്രം, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. പിന്നെയോ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവ കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്താ? കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവയാണ്. കർത്താവിന്റെ സ്തോത്രം. അത് ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത്, ആമേൻ സ്തോത്രം, കോട്ടകളെ ഇടിപ്പാൻ തക്കവിധം ശക്തിയുള്ളതാണ്. ഒരു ആമേൻ പറഞ്ഞേ. നമ്മളത് വിശ്വസിക്കണം. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, കേവലം ഒരു ആമേൻ കൊച്ചു രാജ്യം, നമ്മുടെ കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ലാത്തൊരു രാജ്യം ലോകത്തെ മുഴുവൻ അവനെ അത്ഭുതപ്പെടുത്തുകയാണ്, ആശ്ചര്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എന്താ അതിൻ്റെ പിന്നിൽ? എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുകയാണ്, അവരെ ജയിക്കാൻ പറ്റത്തില്ല, അവരെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ ജനമാ, ദൈവത്തിൻ്റെ സ്വന്തം ജനമാ. ആമേൻ. കർത്താവിന് സ്തോത്രം. നിന്നെ ഞാൻ അനുഗ്രഹിച്ച് ഒരു വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞ് ദൈവം വിളിച്ചു വേർതിരിച്ച അബ്രഹാമിൻ്റെ സന്തതിയാണ്, ആമേൻ സ്തോത്രം, ഇന്ന് കാണുന്ന ആ കൊച്ചു ദേശം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതേ ദൈവത്തിൻ്റെ, ആമേൻ സ്തോത്രം, അതേ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ദൈവം വിളിച്ചത് പരാജയപ്പെടാനല്ല. നമ്മൾ പരാജയപ്പെടുത്തില്ല. കർത്താവിന് സ്തോത്രം. ഈ ലോകത്തിന് മുഴുവൻ ആശ്ചര്യമായിട്ടൊരു ദേശം നിൽക്കുമ്പോൾ, എല്ലാവരും അത്ഭുതം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലിപ്പമുള്ളത്, അതിനേക്കാൾ ആഴമേറിയത്, അതിനേക്കാൾ ശക്തിയുള്ളത് സ്വർഗത്തിലെ ദൈവം നമ്മുടെ അകത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും, ആമേൻ സ്തോത്രം, ജീവനുള്ളതുമായ സാക്ഷാൽ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ. നമ്മൾ ജനിച്ചിരിക്കുന്നത് യേശുവിൽ നിന്നാണ്, ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. ഇതൊരു തോന്നലല്ല, ഇതൊരു സത്യമാണ്. കർത്താവിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞേ, ഞാൻ വീണ്ടും ജനിച്ചവനാ. ഒരിക്കൽ കൂടി പറഞ്ഞേ, കർത്താവിന് സ്തോത്രം. ഇന്ന് നീ വീണ്ടും ജനിച്ചവനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ വിശ്വസിച്ചാട്ട്, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. ഈ ഭൂമിയിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ രൂപമാണ്. എന്നാൽ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. കർത്താവിന് സ്തോത്രം. വചനം പറയുക, ആമേൻ സ്തോത്രം, അവയാൽ നാം കോട്ടകളെ ഇടിപ്പാൻ, ആമേൻ, നമ്മുടെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കർത്താവിന് സ്തോത്രം. ആ ആയുധത്തിന്റെ പ്രത്യേകതയാണ് 5-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും പറയുന്നത്. എന്താ? അവയാൽ ഞങ്ങൾ കർത്താവിന് സ്തോത്രം. അവിടെ നിന്നാട്ടെ. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നു, ഈ ആയുധങ്ങൾ കൊണ്ട് നമ്മൾ കോട്ടകളെ ഇടിക്കും.
എന്നിട്ട് പറയുക, 5-ാമത്തെ വാക്യത്തിനകത്ത് വ്യക്തമായിട്ട് പറയുക, ആ കോട്ടയെക്കുറിച്ച് പറയുക, ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഏതാണ് ആ ഇടിച്ചു കളയുന്ന കോട്ട? ചേർന്ന് പറഞ്ഞേ, സങ്കല്പങ്ങളുടെ കോട്ട. ആത്മീക യുദ്ധത്തിനകത്ത് നമ്മുടെ ബാറ്റിൽ ഫീൽഡിനകത്തുള്ള ഉയർച്ചകളെന്ന് പറയുന്നത് ഇമാജിനേഷൻ കൊണ്ടുണ്ടാക്കിയ കോട്ടകളാണ്. കർത്താവിന് സ്തോത്രം. സങ്കല്പങ്ങളുടെ കോട്ടകൾ. വചനം പറയുന്നു, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ആ ആയുധം കൊണ്ട് നമുക്ക് ഇടിച്ചു കളയാം. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ, നമ്മുടെ ആത്മീക യുദ്ധത്തിനകത്ത് നമ്മൾ നേരിടുന്നത് എന്തിനെയാ? സങ്കല്പങ്ങളുടെ കോട്ടയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന ആമേൻ സ്തോത്രം എല്ലാ ഉയർച്ചയും നമ്മൾ ഇടിച്ചു കളയും. കർത്താവിന് സ്തോത്രം. 2, ഏതു വിചാരത്തെയും, ചേർന്ന് പറഞ്ഞ വിചാരം, ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള ഈ അനുസരണത്തിനായിട്ട്, നമ്മുടെ ഇഷ്ടത്തിനല്ല, പിന്നെയോ ദൈവത്തോട് നമുക്ക് ഭയമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വിചാരം 2 കൊടുക്കാനാണെങ്കിലും ആമേൻ സ്തോത്രം, ഏത് വിചാരത്തെയും നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചടക്കും. ചേർന്ന് പറഞ്ഞേ, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട്. ആമേൻ സ്തോത്രം. ഏത് വിചാരത്തെയും ഞാൻ പിടിച്ചടക്കും. ഈ ആത്മീക യുദ്ധത്തിനകത്ത് ജയിക്കുന്നത് ആമേൻ സ്തോത്രം തോക്കും കത്തിയും കൊണ്ടല്ല. ആമേൻ, ഈ ആത്മീക യുദ്ധത്തിനകത്ത് ജയിക്കുന്നത് ആത്മമണ്ഡലത്തിലെ സങ്കല്പങ്ങളെയും പിശാച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന സങ്കല്പങ്ങളെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ഉയരുന്ന ഉയർച്ചകളെയും ആമേൻ ക്രിസ്തുവിൻ്റെ ആമേൻ സ്തോത്രം ക്രിസ്തുവിനോടുള്ള വിരോധത്തിനായിട്ട് ഉയരുന്ന എല്ലാ വിചാരങ്ങളെയുമാണ് ആമേൻ സ്തോത്രം നമ്മൾ തകർത്ത് കളയുന്നത്. കർത്താവിന് സ്തോത്രം. ആത്മീക യുദ്ധത്തിനകത്ത് കർത്താവിന് സ്തോത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആമേൻ വിചാരമാണ് നമ്മെ ജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് പിശാച് കോട്ടകളുണ്ടാക്കും. എന്താ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, അത് സങ്കല്പത്തിൻ്റെ കോട്ടയാണ് എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ. അവൻ നമ്മളിങ്ങനെ സംസാരിക്കാൻ പറയും, ഇമാജിൻ ഇമാജിൻ ഇമാജിൻ. കുഞ്ഞുങ്ങളെപ്പോഴും പറയുന്നതാ, എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞേച്ച് പറയും ഇമാജിൻ എന്ന് പറഞ്ഞാൽ ഉള്ളതല്ല, സങ്കല്പിക്കണം. കർത്താവിന് സ്തോത്രം. പിശാചിൻ്റെ ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത് ഈ സങ്കല്പം ഒരു മനുഷ്യൻ്റെ അകത്തേക്ക് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? കർത്താവിന് സ്തോത്രം. ആമേൻ. ഈ ഇടയായിട്ട് പപ്പായ്ക്ക് എന്നോട് ഒരു ഇഷ്ടവുമില്ല. ആമേൻ. പപ്പ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല. പഴയതിനേക്കാൾ ആമേൻ സ്തോത്രം മനോഹരമായിട്ടായിരിക്കും നടക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഡീലിങ്സ് ഒക്കെ ഓക്കെ ആയിരിക്കും. എന്നാലും കൊച്ചിൻ്റെ അകത്ത് അങ്ങനെ ഒരു ചിന്ത. എവിടുന്നാണ് ഈ ചിന്ത വന്നേ? ആമേൻ. സങ്കല്പം. കർത്താവിന് സ്തോത്രം. ഇനി ഈ സങ്കല്പം ഇനി യാഥാർത്ഥ്യമായിട്ട് ഉള്ളതാണെങ്കിലോ, ഇഫ് ഇൻ കേസ് പപ്പ ശരിയല്ലെങ്കിലോ, ഈ സങ്കല്പത്തിന് പ്രത്യേകിച്ച് ആമേൻ തെറ്റു പറയാൻ പറ്റുമോ? ഞാൻ സങ്കല്പിച്ച് പോയി. കർത്താവിന് സ്തോത്രം. കാരണം ബിക്കോസ് ആമേൻ സ്തോത്രം ഹി ബിഹേവ്സ് ഇൻ സച്ച് എ വേ. കർത്താവിന് സ്തോത്രം. അവൻ അങ്ങനെയാ പെരുമാറുന്നത്. എന്നോട് ഭയങ്കര ദേഷ്യപ്പെടുന്നു. ആമേൻ. കുടുംബജീവിതത്തിലാണെങ്കിൽ ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്. ആമേൻ. സംസാരം അങ്ങ് സങ്കല്പിക്കാൻ തക്കവിധം എല്ലാ തരത്തിലും അങ്ങ് ഒത്തുവരികയാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, നോക്കൂ ദേ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ അതും ശരിയായി അല്ലേ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും ഒക്കെ ഓർക്കസ്ട്രേറ്റ് ചെയ്യും. കാര്യങ്ങളൊക്കെ അങ്ങ് ഡെവലപ്പ് ചെയ്ത് വിശ്വസിക്കാൻ പാകത്തിന് സംഭവമൊക്കെ അങ്ങ് കോട്ടയാക്കി റെഡിയാക്കി നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങ് ഫിറ്റ് ചെയ്ത് തരും. കർത്താവിന് സ്തോത്രം. ഞാനൊരു ചോദ്യം ചോദിക്കുക, ഇത് വിശ്വസിക്കാമോ? കർത്താവിന് സ്തോത്രം. ഇത് വിശ്വസിക്കാമോ? ഇതിൻ്റെ ഒപ്പം ആമേൻ പറയാമോ? ഉള്ളതാ.
കർത്താവിന് സ്തോത്രം. ആമേൻ പറയാമോ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വചനം പറയുകയാ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന ഉയർച്ചകൾ അത് ഉള്ളതായിരിക്കും, ഇല്ലാത്തതായിരിക്കും. കർത്താവിന് സ്തോത്രം. ഈ പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാക്കും, ഓരോ പുള്ളിയും, ഓരോ കോമയുമാണ്. ആമേൻ. ഇതിൻ്റെ അകത്ത് എന്ത് വെച്ചിരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനം. അതിന് വിരോധമായിട്ട് നീ കണ്ടാൽ പോലും നിനക്ക് വിശ്വസിക്കുവാൻ ദൈവം പെർമിഷൻ തന്നിട്ടില്ല. അതാ അപ്പോസ്തലൻ പറഞ്ഞത്, കാണാത്ത കാര്യങ്ങൾ അനശ്വരമാ, കാണുന്ന കാര്യങ്ങൾ നശ്വരമാ. ഇന്ന് സയൻസ് പറയുക ക്വാണ്ടം മെക്കാനിക്സ് ഫോട്ടോണായിട്ട് അങ്ങ് ചെല്ലും, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, അത് എവിടെ ഉണ്ടോ ഇല്ലയോ ആർക്കും അറിയത്തില്ല. പക്ഷെ വി സീ ദാറ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദേർ. ആമേൻ. നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ഇല്ല. ആമേൻ. പ്രിയമുള്ളവരെ, അങ്ങനത്തെ സാധനത്തെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത്, വാട്ട് യു സീ ഈസ് ട്രൂ. നീ കാണുന്നത് സത്യമാ, അടിച്ചോ. നീ കേൾക്കുന്ന കാര്യം സത്യമാ, വിട്ടുകളയരുത്, വിട്ടുകൊടുക്കരുത്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ചെടികളല്ല. ആമേൻ. അവയാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള എല്ലാ സങ്കല്പങ്ങളും ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്ന വിധത്തിൽ നമ്മളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും. എന്നാലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമാണെന്ന് പറഞ്ഞ് ആമേൻ അതിനെ എതിർക്കാൻ നമുക്ക് ശക്തിയുണ്ടോ? നീയാ ഈ പോർക്കളത്തിനകത്ത് ജയിക്കുന്നേ. ആമേൻ. ആമേൻ. എനിക്ക് ആമേൻ എൻ്റെ വിശ്വാസ ജീവിതത്തിനകത്ത് തൊട്ട് ഒരു സ്പർശിച്ച ഒരു സാക്ഷിയുണ്ട്. ആമേൻ. നെയ്തൻ മോറിസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായിരിക്കുന്ന ഒരു യൗവനക്കാരൻ. കർത്താവിന് സ്തോത്രം. നെയ്തൻ മോറിസ് ഡ്രഗ്സും ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു യൗവനക്കാരനാ. ആമേൻ. അദ്ദേഹം ഒരു 10-20 വയസ്സൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനും. ആമേൻ. അദ്ദേഹത്തിൻ്റെ മകൻ ആമേൻ ഇല്ലാത്ത കൊള്ളരുതായ്മ ഒന്നും ഇല്ല, ബാക്കി ഒന്നും ചെയ്യാനില്ല, അതുപോലത്തെ കൊള്ളരുതായ്മയിൽപ്പെട്ട് നടക്കുമ്പോൾ ആമേൻ സ്തോത്രം, ബോധമില്ലാതെ ഡ്രഗ്സൊക്കെ അടിച്ച് ആമേൻ ഈ പയ്യൻ അകത്ത് കയറി വരുമ്പോൾ ആമേൻ അവൻ്റെ അപ്പനായിരിക്കുന്ന ആ സാധു മനുഷ്യൻ ആമേൻ ആ ദൈവദാസൻ അവനെ നോക്കി പറയും, പിശാചേ, എൻ്റെ മകനെ നിനക്ക് കിട്ടത്തില്ല. ബോധമില്ലാത്ത ഒരുവന്റെ മുഖത്ത് നോക്കി ആമേൻ സ്തോത്രം ആ ദൈവദാസൻ ആമേൻ സ്തോത്രം ആത്മീക യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുകയാ. ആമേൻ. എങ്ങനെയാ? കണ്ടു, കേട്ടു, സത്യമാണെന്ന് ആമേൻ എല്ലാവരും പറഞ്ഞു, പക്ഷേ അദ്ദേഹം തയ്യാറല്ല. കാരണം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചയായി ഈ കാണുന്നേ. ഇത് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. I'm not going to believe this, though it looks like real. Amen. I'm not going to believe this. Amen. കർത്താവിന് സ്തോത്രം. ഇത് എൻ്റെ മകനാ. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ഭക്തന്റെ മേശയ്ക്ക് ചുറ്റും അവൻ ഒലിവ് തൈകൾ പോലെ ഇരിക്കും. കർത്താവിന് സ്തോത്രം. അവനെ നോക്കി ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറഞ്ഞ ആ മനുഷ്യൻ ആമേൻ സ്തോത്രം, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് ഭംഗം വന്നില്ല, പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. അദ്ദേഹം പിന്നത്തേതിൽ പോകുന്നയിടത്ത് മുഴുവൻ അത്ഭുതങ്ങളെ കൊണ്ടു നടക്കുന്ന ലോകം അറിയുന്നൊരു വലിയ ദൈവദാസനായിട്ട് മാറി. നിങ്ങൾക്കറിയാമോ നെയ്തൻ മോറിസ് ആമേൻ സ്തോത്രം, അദ്ദേഹം ഒരു പ്രാവശ്യം ബോധമില്ലാതെ തിരിച്ചു വരുമ്പോൾ അപ്പനും അമ്മയും കൂടി ആമേൻ സ്തോത്രം ഒരു കൺവെൻഷന് പോയിരിക്കുക. ആമേൻ സ്തോത്രം, അമേരിക്കയിൽ പെൻസക്കോള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ റിവൈവൽ നടക്കുക. അദ്ദേഹം ആമേൻ സ്തോത്രം അവിടെ നിന്നൊരു CD കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് വീട്ടില്. ബോധമില്ലാതെ ചെക്കൻ കയറി വരുമ്പോൾ ആമേൻ സ്തോത്രം പാട്ടാണെന്ന് വിചാരിച്ച് അവൻ എടുത്തിട്ടത് ആമേൻ സ്തോത്രം റിവൈവലിന് നടക്കുന്ന ആമേൻ സ്തോത്രം അവിടുത്തെ മീറ്റിങ്ങിൻ്റെ വീഡിയോയാ. കർത്താവിന് സ്തോത്രം. അവൻ അത് കണ്ട് അവിടെ വെച്ച് മുഴങ്കാലിൽ ഇരുന്ന് അവൻ ദൈവത്തിന് സമർപ്പിച്ചു. അപ്പൻ അറിഞ്ഞിട്ട് പോലുമില്ല. നീ യുദ്ധത്തിനകത്ത് ജയിക്കുന്നത് നീ അറിയത്തു പോലുമില്ല. നിന്റെ വായ് കൊണ്ട് നീ വിളിച്ചു പറഞ്ഞോ,
നിന്റെ ഹൃദയം കൊണ്ട് നീ വിശ്വസിച്ചോ? കർത്താവിന് സ്തോത്രം. ഈ യുദ്ധത്തിനകത്ത് അവൻ എത്ര കോട്ടകൾ ഉണ്ടാക്കിയാലും അതിനെ എല്ലാം ഇടിക്കാൻ തക്ക വിധമുള്ള ആയുധമാ സ്വർഗം നിന്റെ മേൽ വെച്ചിരിക്കുന്നത്. ഇത് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ കുടുംബജീവിതത്തിനകത്ത് ജയിക്കും. ആമേൻ. നിന്റെ കുഞ്ഞുങ്ങൾ പരാജയപ്പെടുത്തില്ല. ആമേൻ. അവരെ നോക്കി പ്രവചിച്ചോണം. ദൈവഭക്തന്റെ ഭാര്യ അവന്റെ വീട്ടിനകത്ത് ഫലപ്രദമായിരിക്കുന്ന മുന്തിരിവള്ളിയായിരിക്കും. അവന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഇതാ ദൈവത്തിന്റെ പരിജ്ഞാനം. ഇതിന് വിരോധമായി ഉയരുന്ന ഒന്നും I'm not going to believe. ആമേൻ. എത്ര പേരുണ്ട് ആമേൻ പറയാൻ? ഈ ആത്മീക യുദ്ധത്തിനകത്ത് ജയിക്കണമെങ്കിൽ ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമ്മൾ അറിയണം. വിചാരത്തെ നിയന്ത്രിക്കാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. അവയാ നമ്മൾ പിടിച്ചടക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ തന്നെ അങ്ങ് പിടിച്ചടക്കിയേക്കാന്ന്. പാസ്റ്ററെ, ഞാൻ തീരുമാനിച്ചു, ആമേൻ, ഇപ്പൊ മുതൽ ഞാൻ പിടിച്ചെടുക്കാൻ പോവുക, ഇടിച്ചു കളയാൻ പോവുക, നീ ഒന്നും ചെയ്യത്തില്ല. പത്രോസ് യേശുവിനോട് പറഞ്ഞു, ആമേൻ, നിനക്ക് വേണ്ടി ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു. എന്താണെന്നറിയാമോ? ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ പോവുക. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി 2 പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. കർത്താവിന് സ്തോത്രം. അതാ നമ്മുടെ വിചാരത്തിന്റെ മേലുള്ള നമ്മുടെ ശക്തി. കർത്താവിന് സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം പ്രിയമുള്ളവരെ. ഈ വിചാരത്തെ ആമേൻ സ്തോത്രം നമ്മൾ പിടിച്ചടക്കും. എങ്ങനെയാ ദൈവത്തിന്റെ വചനം പറയുന്നത്? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഏവയാൽ നമ്മുടെ പോരിന്റെ ആയുധങ്ങളെ കുറിച്ച് എഫേസ്യ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് വായിച്ചാൽ കർത്താവിന് സ്തോത്രം, 6-ാമത്തെ അധ്യായം, എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം, എൻ്റെ 12-ാമത്തെ വാക്യം തോന്നുന്നു. കർത്താവിന് സ്തോത്രം, 10 മുതൽ നോക്കിയേ. എത്രാമത്തെ വാക്യ ദൈവാസനെ? 12 മുതൽ വായിച്ചോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഒരു ആമേൻ പറഞ്ഞേ. നമുക്ക് നമുക്ക് പോരാട്ടം ഉള്ളത്. നീ ശബ്ദം കുറച്ച് കർത്താവിന് കേട്ടോ. അടുത്തിരിക്കുന്നവരൊന്നും കേൾക്കല്ലേ. നമ്മുടെ ഹൃദയത്തിനകത്ത് ചിലരുടെ പേരുകളൊക്കെ ഉണ്ടല്ലോ. അവൻ കാരണം എനിക്ക് ഗതി വന്നേ എന്ന് പറയുന്ന ആ ചില പേരുകളൊക്കെ ഇല്ലേ, ആ പേരൊക്കെ അവിടെ എഴുതി വെക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ആമേൻ സഹോദരൻ മാത്തുക്കുട്ടിയും ജോസഫും ആമേൻ അവരൊന്നും അല്ല പ്രശ്നക്കാര്. പിന്നെയോ അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ച വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. എത്ര വലിയ സംഭവമാ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ ആമേൻ സിഗ്നലിനകത്ത് ഒരു പോലീസ് കാറ് ലൈറ്റ് വീട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ബഹുമാനമാണെന്നറിയാമോ? പിന്നെ ആ വശത്തോട്ട് നമ്മൾ പോകത്തില്ല, സൈഡിലേക്ക് ഒതുങ്ങി കൊടുത്ത് അല്ലേ. ആമേൻ സഹോദരം, അവരങ്ങ് പോയിക്കോട്ടെ, എന്തിനാ ആവശ്യമില്ലാതെ അവൻ്റെ മുമ്പിൽ കയറി അല്ലേ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വചനം പറയുന്നത് നമ്മൾ യുദ്ധത്തിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളത് എന്തൊക്കെയാണെന്നറിയാമോ? ഒരു ചെറിയ അവൻ കുട്ടിച്ചാത്തനൊന്നും അല്ല. പിന്നെയോ വാഴ്ചകൾ, അധികാരങ്ങൾ, ആമേൻ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകത്ത് വസിക്കുന്ന ദുഷ്ടാത്മസേന, ഇതിനെ എല്ലാത്തിൻ്റെ നടുക്ക് നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേ ഔട്ട് നടത്തുന്നത്. നമ്മളൊന്നും അറിയുന്നേ ഇല്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ട്, സ്വർഗീയ സൈന്യം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ വട്ടോത്ത് ജീവിച്ചു പോകുന്നതാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് പോരിന്റെ ആയുധം ജഡികമല്ല, നമുക്ക് യുദ്ധമുള്ളത് ആമേൻ ഈ പറഞ്ഞ സംഭവങ്ങളോടൊക്കെയാ. അടുത്ത വാക്യം, അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ചേർന്ന് പറഞ്ഞ ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കണം. ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തേ പറ്റൂ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കൊരു നല്ല സൈന്യം ഉണ്ടെങ്കിലും, നമ്മളൊരു സൈന്യത്തിലെ മെമ്പർ ആണെങ്കിലും, നമുക്ക് സഹോദരൻ പേര് കേട്ട ഒരു സൈന്യമാണെങ്കിലും ഒക്കെ ശരിയായിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വെപ്പൺസ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുവാൻ തുടങ്ങിയില്ല എങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിനകത്ത് പരാജയപ്പെട്ടു പോകും.
മനസ്സിലാവുന്നവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. നിന്റെ കയ്യിൽ ഏറ്റവും മോഡേണായിരിക്കുന്ന ആയുധങ്ങളൊക്കെ തന്നിട്ട് അതും വെച്ചുകൊണ്ട് ഉറങ്ങുന്നവൻ, അല്ലെങ്കിൽ അത് എടുക്കാതെ യുദ്ധത്തിന് പോകുന്നതിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച്. ആമേൻ. ഒരു സാധനം ഉണ്ടെങ്കിൽ ആമേൻ പൊട്ടിച്ച് എല്ലാത്തിനും ശരിയാക്കാൻ പറ്റുന്ന സാധനമാണ് തന്നേക്കുന്നത്, പക്ഷേ എടുക്കത്തില്ല. എന്തായിരിക്കും സ്ഥിതി? ഹല്ലേലൂയ. വചനം പറയുക, ദുർദിവസത്തിൽ ആമേൻ, ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, അവയാൽ നമ്മൾ എന്ത് ചെയ്യും? സങ്കല്പങ്ങളെയും കോട്ടകളെയും ഒക്കെ ഇടിപ്പാൻ ശക്തിയുള്ള അത് വെച്ച് നമ്മൾ ഇടിച്ചു കളയും. ഏത് വിചാരത്തെയും, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് വിചാരത്തെയും നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചടക്കും. നമ്മുടെ മനസ്സ് നമ്മളോട് പറയും വിട്ടുകൊടുക്കരുതെന്ന്. ആമേൻ. നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ആ വിചാരത്തെ പിടിച്ചടക്കും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നവർക്കാണ് ഈ കർത്താവിന് സ്തോത്രം ചെയ്തു. അടുത്ത വാക്യം 14-ാമത്തെ വാക്യം. നിങ്ങളുടെ അരയ്ക്ക്, ഒന്നാമത്തെ കാര്യം, അരയ്ക്കു സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമെന്ന കാലിന് ആമേൻ ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളും ഒക്കെയും കെടുക്കുവാൻ തക്ക വിധമായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. കർത്താവിന് സ്തോത്രം. രക്ഷ എന്ന പടത്തൊപ്പി, ദൈവവചനം എന്ന വാള്. അടുത്ത വാക്യം. പ്രാർത്ഥനയാലും വ്യാജനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും പൂർണ്ണ സ്ഥിരത കാണിക്കണം. ആത്മീക യുദ്ധത്തിനകത്ത് ജയിക്കണമെങ്കിൽ സത്യത്തിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ടാകണം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. ആമേൻ. സ്തോത്രം. നമ്മുടെ ശുശ്രൂഷ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ആമേൻ, നമുക്കൊരു വിശ്വാസിയെ ഉണ്ടാക്കുവാൻ സാധിക്കാത്ത മണ്ഡലത്തിൽ നമ്മൾ ഒരിക്കലും എത്തരുത്. അതിൻ്റെ പേരാണ് സത്യത്തിൻ്റെ ബെൽറ്റ്. കർത്താവിന് സ്തോത്രം. പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം, ഇപ്പോൾ സമയമില്ല. കർത്താവിന് സ്തോത്രം. റോമാക്കാരുടെ പട്ടാളത്തിൻ്റെ ഒരു ബെൽറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മീകമായിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാൻ, ആമേൻ സ്തോത്രം, എഴുന്നേൽപ്പിപ്പാൻ, പുതിയ ഒരു തലമുറയെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ നമുക്ക് സാധിക്കുന്ന നമ്മുടെ പ്രാഗൽഭ്യം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കളഞ്ഞു കുളിക്കരുത്. അതിൻ്റെ പേരാണ് സത്യത്തിൻ്റെ ബെൽറ്റ്. മനസ്സിലാകുന്നവരെ ഒരു ആമേൻ പറഞ്ഞേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം. ആമേൻ സ്തോത്രം. നീതി എന്ന കവചം എന്ന് പറഞ്ഞ ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. എന്താ നീതി എന്ന കവചം? പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന നീതി പ്രവൃത്തി കൊണ്ടൊന്നും കർത്താവിനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. ആമേൻ. നമ്മുടെ നീതി പ്രവർത്തികൾ ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെ കിടക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കും? പ്രിയമുള്ളവരെ, നമ്മുടെ നീതി എന്ന കവചം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, നമ്മുടെ ചിന്തകൾ ഇരിക്കുന്ന, നമ്മുടെ വിശ്വാസം ഇരിക്കുന്ന, നമ്മുടെ പ്രത്യാശ ഇരിക്കുന്ന ആമേൻ നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന സംഭവമാണ്. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ആമേൻ ഒരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു, കർത്താവിന് സ്തോത്രം, ആമേൻ, നിനക്ക് അഭിനയിക്കാൻ പറ്റും ഒരു സമയം വരെ, പക്ഷേ ഒരു പ്രത്യേക സമയത്ത് നീ പോലും അറിയാതെ നിന്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് പുറത്തു വരും. ആമേൻ സ്തോത്രം. അതിന് വേണ്ടിയത് ആ നിക്ഷേപത്തെ ശരിയാക്കാന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക. നീതി എന്ന കവചം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. ആമേൻ. നിന്റെ ഹൃദയത്തെ തൊടുവാൻ, ഗാർഡ് യുവർ ഹാർട്ട്. എല്ലാവരും പറഞ്ഞേ, ഹൃദയത്തെ സൂക്ഷിക്കണം. ആവശ്യമില്ലാത്തത് ആമേൻ പിശാച്, ആമേൻ, ആവശ്യമില്ലാത്തത് ആരാ കൊണ്ടുവരുന്നേ? പറഞ്ഞേ. ദൈവദാസനാണോ? ആവശ്യമില്ലാത്തത് കൊണ്ടുവരുന്നത് ആരാ? ആമേൻ സ്തോത്രം. ആമേൻ. മൊബൈൽ ഫോണിനകത്തും ആമേൻ മെസ്സേജിനകത്തും വാട്സാപ്പിനകത്തും ഒക്കെ ആയിട്ട് ആവശ്യമില്ലാത്തത് കൊണ്ടുവരുന്നത് ആരാ? പിശാച. അവൻ ഏതൻ തോട്ടത്തിൽ തുടങ്ങിയ ബിസിനസ്സാണ്. ആവശ്യമില്ലാത്തത് അവൻ അവയുടെ ചവിട്ടിച്ചെന്ന് പറഞ്ഞു കൊടുത്തതും നിനക്കറിയാമോ? ഇങ്ങനെ ഒരു മരയോടെ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? അതിനകത്ത് ഫ്രൂട്ടിന്റെ കാര്യം നിനക്കറിയാമോ? അവൻ അങ്ങനെ പറഞ്ഞു തുടങ്ങി ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇന്നും കുരിശ് ചുവന്നുകൊണ്ടിരിക്കുക. അന്ന് പിശാച് ഉണ്ടാക്കി വെച്ചൊരു പണിയാ.
കർത്താവിന് സ്തോത്രം. വിചാരത്തെ സൂക്ഷിച്ചോണം, ഹൃദയത്തെ സൂക്ഷിച്ചോണം, ഹൃദയത്തിനകത്ത് കൊണ്ടുവരുന്ന വിചാരത്തെ സൂക്ഷിച്ചോണം. ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് അല്ലേ റൈച്ചസ്നസ്. കർത്താവിന് സ്തോത്രം. നീതിയുടെ കവചം. എല്ലാവരും പറയുന്നത് നീതി കൊണ്ട് കവചം ഉണ്ടാക്കാൻ നല്ലതാ, പരീക്ഷന് ജയിക്കുന്ന നീതിയൊക്കെ ചെയ്യണം. കർത്താവിന് സ്തോത്രം. പക്ഷെ ഹൃദയത്തെ സൂക്ഷിക്കാൻ മറന്നു പോകരുത്. ആമേൻ. വിളിയുള്ള പലരും പരാജയപ്പെട്ടു പോയതിൻ്റെ ഒറ്റ കാരണം അവർ ഹൃദയത്തെ സൂക്ഷിക്കാത്തതാണ്. ഞാനത് പറഞ്ഞെങ്കിൽ വിടുകയാണ്. ആമേൻ. നിന്നെക്കുറിച്ച് വിളിയില്ലാഞ്ഞിട്ടല്ല, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ആമേൻ സ്തോത്രം. ആവശ്യമുള്ളതെല്ലാം ആമേൻ സ്തോത്രം ഗേറ്റ് തുറന്ന്, ഡോറ് തുറന്ന്, വിൻഡോ തുറന്ന് ആമേൻ സ്തോത്രം മുഴുവൻ അങ്ങ് കയറ്റി. നിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെ ആമേൻ സ്തോത്രം ദൈവസന്നിധി യജമാനന്റെ ഉപയോഗത്തിന് പറ്റാത്ത തരത്തിൽ നീ ആയിപ്പോയത് നീ അറിഞ്ഞിട്ടില്ല. ആമേൻ. ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്. പിശാച് കൊണ്ടുവരുന്ന വിചാരത്തെ തിരിച്ചറിഞ്ഞോണം. ആമേൻ. ഒരു നല്ല ആമേൻ കേൾക്കട്ടെ. കർത്താവിന്റെ സഹോദരൻ വചനം പറയുക, നീതി എന്ന കവചം ധരിച്ചും റെഡിനെസ്, സുവിശേഷത്തിന് വേണ്ടി എപ്പോഴും തയ്യാർ. മനസ്സ് ശരിയല്ലെങ്കിലും ആമേൻ സഹോദരൻ, സാഹചര്യങ്ങൾ ശരിയല്ലെങ്കിലും എന്ത് ചെയ്യണം? സുവിശേഷത്തിന് വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചോണം. മിനിമം ഒരു ദിവസം വെച്ചോണം. എത്ര പേരാമേ പറയുക? ആമേൻ. ഞാൻ സുവിശേഷം പറയും. പ്രിയമുള്ളവരെ, അതൊരു പ്രൊട്ടക്ഷനാ. ഈ ആത്മീക യുദ്ധത്തിനകത്ത് നിന്നെ ജയിപ്പിപ്പാൻ സ്വർഗം നിനക്ക് തന്നിരിക്കുന്ന നല്ലൊരു ഷൂസാ. ഹല്ലേലൂയ. അറ്റ്ലീസ്റ്റ് നിനക്ക് ധൈര്യമായിട്ട് നടക്കാം. ഒന്നും കാലിൻ്റെ അടിയിൽ നിന്ന് കുത്തിക്കയറത്തില്ല. എത്ര പേരാമേ പറയുക? സുവിശേഷം പറയാൻ മടി കാണിക്കരുത്. പള്ളിക്കകത്തോട്ട് ആളെ വിളിച്ചോണ്ട് വരാനായിട്ട് മടി കാണിക്കരുത്. ആമേൻ. നമ്മൾ എവിടെ ഇരിക്കുന്ന ആമേൻ നമ്മളെല്ലാവരും ഒന്ന് മെനക്കെട്ടൊന്ന് വിളിച്ച എന്തിന്? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ എവിടെ പോയി ഒന്ന് അന്വേഷിച്ചാൽ ആമേൻ നമ്മുടെ ഈ പള്ളി നമുക്ക് വേറെ വേണ്ടി വരും അല്ലേ? കർത്താവിന് സ്തോത്രം. അജിൽ എവിടെ പോയി? കർത്താവിന് സ്തോത്രം. എവിടെയാ? ആമേൻ. ഹല്ലേലൂയ. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. ആമേൻ. ആമേൻ സ്തോത്രം. അത് എന്താ? കാലിൽ ചെരിപ്പ, ഷൂസാ. ഷൂസ് ഇല്ലാതെ ഒരു ബാറ്റിൽ ആമേൻ ഒന്ന് റോഡിലോട്ട് ഇറങ്ങി നാളെ നോക്കണം കേട്ടോ. വന്നത് വരട്ടെ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയട്ടെ. ഒന്ന് വചനത്തെ ഒന്ന് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി. യുദ്ധത്തിനൊന്നും പോകണ്ട. നാളെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഷൂസൊന്നും ഇല്ലാതെ ആ ടാറിട്ട റോഡിൽ കൂടി ഒന്ന് നടക്കണം. അന്നേരം മനസ്സിലാകും ഷൂസിൻ്റെ വില. ആമേൻ. പ്രിയമുള്ളവരെ, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം ചേർന്ന് പറഞ്ഞ ഒരുക്കം, റെഡിനെസ്. ആമേൻ സ്തോത്രം. ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട്. ആമേൻ സ്തോത്രം. ദൈവദാസ വരാമോ? ചെല്ലാൻ വിളിക്കുന്നതിന് മുമ്പ് പോകണം. ഓരോരുത്തർ ആമേൻ സ്തോത്രം സുഖമില്ലാതിരിക്കുക, പ്രാർത്ഥിക്കാൻ ഓടിക്കോണം. ചിലപ്പോൾ മനസ്സ് സുഖമുണ്ടാകത്തില്ല. ഹു കേഴ്സ്? കർത്താവിന് സ്തോത്രം. എനിക്ക് പോകാൻ തോന്നുന്നില്ല, ക്യാമ്പിൽ പോകാൻ ഇഷ്ടമില്ല. ഞാൻ ഈ വചനം പഠിച്ചു. ആമേൻ ഇതൊക്കെ എത്രയോ പ്രാവശ്യം വായിച്ചിരിക്കും. എന്നാലും ആമേൻ സ്തോത്രം ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടി വചനം വായിച്ചപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. കർത്താവിന് സ്തോത്രം. അടുത്ത ആഴ്ച മുതൽ ആമേൻ സ്തോത്രം പഴയ ക്യാമ്പ് മീറ്റിംഗ് റിവൈവ് ചെയ്യും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കത്തില്ല, സാരമില്ല. ഇതൊരു ഷൂസാ. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്ക വിധമായ റോമാക്കാരുടെ പരിചയം എന്ന് പറയുന്ന ഒരാളുടെ പൊക്കമുള്ള പരിചയം. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ വലിപ്പം ആമേൻ അതിന് ആനുപാതികമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യുവർ ഫെയ്ത്ത്. നിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നിന്റെ പരിചയയുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും. ഹല്ലേലൂയ. നെയ്താൻ മോറിസിന്റെ അപ്പൻ പിശാച് അവൻ ബാധ ഇളകി നിൽക്കുമ്പോൾ അവനെ നോക്കി പറയും, നിനക്ക് കിട്ടത്തില്ല. അതാ പരിചയം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിചയം, വലിപ്പമേറിയ വിശ്വാസം. പിശാച് എവിടെ കൂടിക്കയറാൻ നോക്കിയാലും ദൈവദാസൻ അത് വിളിച്ചു പറയും. ഒരിക്കലും ഒരു സഹോദരി ആമേൻ യേശു നടന്നു പോകുമ്പോൾ
അവന്റെ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, വചനം എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാ. ഷീ സെഡ്, അവൾ പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്ന് അവൾ പറഞ്ഞു എന്ന്. എൻ്റെ ചോദ്യം ഇതാ, അവൾ എങ്ങനെ പറഞ്ഞു? അവൾ എങ്ങനെ അറിഞ്ഞു? അവൾ എങ്ങനെ പറഞ്ഞു? ആര് പറഞ്ഞു? ആരവരോട് പറഞ്ഞു? പത്രോസിന് മനസ്സിലാകാത്ത വിശ്വാസത്തിന്റെ ബാലപാഠം. ആമേൻ സ്തോത്രം. ആരും പോലും അറിയാത്ത, ഇന്നും നമുക്ക് അവരുടെ പേരറിയത്തില്ല. ആ സഹോദരിയാ ലോകത്തെ പഠിപ്പിച്ച്, ഞാൻ വസ്ത്രത്തെ തൊട്ടാൽ മതി സൗഖ്യമാകും. ആമേൻ. ദൈവദാസന്മാരുടെ ചെരുപ്പൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാ? ആര് പറഞ്ഞിട്ടാ? ബാഗൊക്കെ വലിച്ചു പറിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ്. ജോണി ഇല്ലാത്തത് ഭാഗ്യം. കർത്താവിന് സ്തോത്രം. അല്ലെങ്കിൽ എൻ്റെ ബാഗിന് ഞാൻ ജോണിൻ്റെ പുറകെ നടക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആരാ ഇതൊക്കെ പറഞ്ഞു കൊടുത്തേ? ആരാ ഇത് പറഞ്ഞു കൊടുത്തേ? വിശ്വാസം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിലുള്ള വിശ്വാസം. അടുത്തത്, രക്ഷ എന്ന ശിരസ്ത്രം. യേശുവിന് നീ ജീവിതം കൊടുത്തിരിക്കണം. ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ്. യേശുവിൻ്റെ ആമേൻ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ വിചാരത്തിനും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ജീവിതത്തിനും ആമേൻ സ്തോത്രം ഒരൊറ്റ നാഥനേ ഉള്ളൂ, അത് യേശുവാ. നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് യേശുവാ. നമ്മൾ എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് യേശുവാ. കർത്താവിന് സ്തോത്രം. എത്ര പേര് ആമേൻ പറയും? കർത്താവിന് സ്തോത്രം. എനിക്ക് എൻ്റേതായിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. പക്ഷേ ആമേൻ സ്തോത്രം, യേശുവിനോടുള്ള അനുസരണത്തിനായിട്ട് ഞാൻ അവയൊക്കെയും പിടിച്ചടക്കി. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ പറയുകയാണ്. ആമേൻ സ്തോത്രം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട്. എനിക്കിഷ്ടമില്ല, എനിക്ക് രണ്ട് പറയാതെ സമാധാനമില്ല, പക്ഷേ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്? ജോലി സ്ഥലത്താകട്ടെ, വീടിനകത്താകട്ടെ, എവിടെയാകട്ടെ, ആമേൻ സ്തോത്രം. ശരിയായിരിക്കും, തെറ്റായിരിക്കും, സംഭവിച്ചതും കാണുന്നതും ഒക്കെ ശരിയായിരിക്കും. പക്ഷേ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് എൻ്റെ ഈഗോയും എൻ്റെ ഡിഗ്നിറ്റിയും എൻ്റെ പേരും ഒന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുക. യേശു ചെയ്തത് അതാ. അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ തല ഉരിച്ച് നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ വായ തുറക്കാതെ മൗനമായിട്ടിരുന്നു. നമ്മുടെ നാഥൻ, അരിമനാഥൻ നമ്മെ പഠിപ്പിച്ചത് അതാ. ഇന്ന് രാത്രി തീരുമാനമെടുക്കാമോ? കർത്താവിന് സ്തോത്രം. രക്ഷയുടെ തൊപ്പി. ഈ രക്ഷ നമ്മെ ഭരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം, ആത്മാവിൻ്റെ വാൾ. ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം. പ്രിയമുള്ളവരെ, വചനം നമ്മൾ പഠിക്കാതെ, വചനം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാതെ, വചനത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കുക? കർത്താവിൻ്റെ സഹോദരൻ, ഇന്ന് വൈകുന്നേരം ഷിനു ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഷിനി എൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവിൻ്റെ സഹോദരൻ, എല്ലാവരും സ്വയമായിട്ട് നീതീകരിക്കാൻ നോക്കും. ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുമ്പോൾ ദാറ്റ് ഈസ് ട്രൂ. നമ്മൾ ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമോ? നമ്മൾ എന്ത് വിഷയത്തിനകത്ത് പെട്ടാലും നമ്മളെ തന്നെ നീതീകരിക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുക? അതിനൊരു ആധാരം വേണം. അതാ ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഒത്തു നോക്കുമ്പോൾ ഞാൻ താഴെയാണെങ്കിൽ സമ്മതിക്കണം എനിക്ക് വീഴ്ച പറ്റിയെന്ന്. ഹല്ലേലൂയ. സഹോദരിമാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിനകത്തുണ്ട്. ഭാര്യമാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിലുണ്ട്. ഭർത്താക്കന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നീ എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിലുണ്ട്. ദാസന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിലുണ്ട്. യജമാനന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിലുണ്ട്. ഇതാ സ്റ്റാൻഡേർഡ്. ആമേൻ. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ആത്മാവിൻ്റെ ദൈവവചനം എന്ന ഈ വാളിൻ്റെ മുമ്പേ പിശാച് നിൽക്കത്തില്ല. ആമേൻ. കർത്താവിന് സ്തോത്രം. യേശു പിശാചിനെ വെട്ടി ജയിച്ചത് വാള് കൊണ്ടാണ്, ഈ ആത്മാവിൻ്റെ വചനം കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പൂർണ്ണ സ്ഥിരത, ചേർന്ന് പറഞ്ഞ സ്ഥിരത. ഫിലിപ്പിയ ലേഖനം ഒന്ന് വായിച്ചാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം ആമേൻ 4-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവിന് സ്തോത്രം.
നിങ്ങളുടെ സൗമ്യത. പ്രിയമുള്ളവരെ, നമ്മുടെ ആ ഇംപേഷ്യൻസ് അല്ല സകല മനുഷ്യരും അറിയണ്ടേ. നമ്മുടെ ആ കോപ സ്വഭാവമല്ല സകല മനുഷ്യർ. നമ്മുടെ പാരമ്പര്യമായി കിട്ടിയ, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. അതല്ല ലോകം അറിയേണ്ടത്. കർത്താവിന് സ്തോത്രം. അവരുടെ വീട്ടുകാരെന്ന് പറഞ്ഞ വീട്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? കർത്താവിന് സ്തോത്രം. ഇതൊന്നും അല്ല നമ്മളെക്കുറിച്ച് ആമേൻ ലോകം അറിയണമെന്ന് കർത്താവ് പറയുന്നേ. പിന്നെയോ നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യില്ല, വിചാരപ്പെടരുത്. കർത്താവിന് സ്തോത്രം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആത്മീയ യുദ്ധത്തിനകത്ത് ജയിക്കണമെങ്കിൽ വിചാരം വെച്ചുകൊണ്ട് ജയിക്കാൻ പറ്റില്ല. മുറുകെ പറ്റുന്ന പാപവും ആമേൻ സ്തോത്രം ഭാരങ്ങളും സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി ഈ നല്ല ഓട്ടം ഓടണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം വിട്ടുകളഞ്ഞ് കോട്ടയെടുത്ത് ഇറക്കി വെച്ച് ആമേൻ ദൈവസന്നിധിയിലായിരിക്കണം. വചനം പറയുന്നു ആമേൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. 7-ാമത്തെ വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവി എന്ന് പറഞ്ഞാൽ നീ കാണുന്നത് സത്യമായിരിക്കും, നീ കേട്ട കാര്യം സത്യമായിരിക്കും. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് വാക്ക് പറയാം. ഒരുവന്റെ വഴികളിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ സോദരൻ അവൻ്റെ ശത്രുക്കൾ പോലും അവന് മിത്രമാകും. നിന്നെ ചീത്ത പറഞ്ഞ അതേ ആളെ കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹമാക്കി മാറ്റും, നിന്നെ മാനിപ്പാനിടയായിത്തീരും. വചനം പറയുക സകല ബുദ്ധിയും. എങ്ങനെയാ ഇതെങ്ങനെ സംഭവിച്ചു? ഐ ഡോണ്ട് നോ. ഇത് സംഭവിക്കോ? ഇങ്ങനെയൊക്കെ സംഭവിക്കോ? സംഭവിക്കും. നിന്റെ ദേശത്ത് നിനക്ക് ഏറ്റവും പ്രതികൂലമായിരുന്നവൻ നിന്റെ ഏറ്റവും വലിയ മിത്രമായിട്ട് മാറും. നിന്റെ ഓഫീസിനകത്ത് ഏറ്റവും വലിയ പാര പണിതവൻ നിന്നെ പിന്നെ ആമേൻ സ്തോത്രം നിന്റെ പ്രമോഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നവനായിരിക്കും. നീ പോകുന്നിടത്ത് നിന്നെ എൻഡോഴ്സ് ചെയ്യുന്നവനായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത വചനമാണ്. സകല ബുദ്ധിയെയും ചെന്ന് പറഞ്ഞ സകല ബുദ്ധിയെയും നിന്റെ ബുദ്ധി കളക്കാൻ പറ്റാത്ത, നിന്റെ ബുദ്ധിക്ക് പിടിക്കാൻ പറ്റാത്ത അപ്പുറമായിരിക്കുന്ന കാര്യങ്ങൾ സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യും. വചനം പറയുന്നു സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. നിന്റെ നിലവിനെയും ആമേൻ സ്തോത്രം നിന്റെ ചിന്തകളെയും ഹൃദയങ്ങളെയും ആമേൻ സ്തോത്രം എന്ത് ചെയ്യും? ക്രിസ്തുയേശുവിൽ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യും. സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കാമോ? എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കാമോ? നിനക്ക് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ അതേ വിഷയത്തിന് വേണ്ടി ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്യും. കർത്താവിന് സ്തോത്രം. വിശ്വാസത്തിൽ തളർന്നു പോകരുത്. ഈ ആത്മീക പോർക്കളത്തിനകത്ത് ആമേൻ സ്തോത്രം നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന് എന്താ? ആദ്യം ആമേൻ നമ്മൾ ആ കുറിവാക്യത്തിനകത്ത് വേഗത്തിലേക്ക് ഒന്ന് മടങ്ങി വന്ന ദൈവാസനെ ആമേൻ സ്തോത്രം. എന്താ വാക്യം? ആമേൻ കുഞ്ഞുങ്ങളെ പാട്ടിൻ്റെ ആൾക്കാരൊക്കെ വേഗം ഓടിവാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയാൽ ഉള്ളവ തന്നെ അവയാ ഞങ്ങൾ. കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, സങ്കല്പങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യും? ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും എന്ത് ചെയ്യും? ഇടിച്ചു കളയും. ആമേൻ. നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ആമേൻ, ഈ വചന കൂടാരത്തിനകത്ത് ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കോട്ട ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു കോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇടിച്ചു കളയണം. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെ അല്ലെങ്കിൽ ഈ പുസ്തകത്തെ വെച്ചുകൊണ്ട് അതിനെ ഇടിച്ചു കളയണം. കർത്താവ് എന്നോട് പറയുന്നത് ഇങ്ങനെയാ, ഞാനത് ചെയ്യും. അതിൻ്റെ പേരാ ആമേൻ സ്തോത്രം, ഞാൻ ഇടിച്ചു കളയുവാൻ ശക്തിയുള്ളതാ ഈ വചനം. ഇതാ അതിൻ്റെ മർമ്മം. നിന്റെ ഹൃദയത്തിനകത്ത് ഉയർത്തി പിശാചു വെച്ചിരിക്കുന്ന വലിയ സങ്കല്പങ്ങളെ ഇടിച്ചു കളയുവാൻ ഈ പുസ്തകത്തിലെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. കർത്താവിന് സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കാമോ? അവയാൽ കർത്താവ് അത് പറഞ്ഞു. അടുത്ത വാക്യത്തിനകത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയും, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കും. ആമേൻ. ഇടിച്ചു കളഞ്ഞാൽ മാത്രം പോരാ. ആമേൻ. പിന്നെയും വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ പിന്നെയും താമസിക്കുന്നത്, പിന്നെയും ജീവിക്കുന്നത്, പിന്നെയും പോകുന്നത്, പിന്നെയും പണിയെടുക്കുന്നത് ഇതേ ആൾക്കാരുടെ ഇടയിൽ തന്നെയല്ലേ? കർത്താവിന് സ്തോത്രം. വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
പ്രിയമുള്ളവരെ, വചനം പറയുക, അതിനെ പിടിച്ചടക്കണം. കർത്താവിന് സ്തോത്രം. ബ്രിങ്ങിങ് ഇൻ ടു ക്യാപ്റ്റിവിറ്റി. ആമേൻ. നിന്റെ ആമേൻ ഹൃദയത്തിന്റെ വിചാരത്തിന്റെ മേലുള്ള നിന്റെ കൺട്രോൾ ആണ് ആമേൻ സ്തോത്രം അവിടെ പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിനക്കിതിനെ ജയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നീ ഏതിനോട് പരാജയപ്പെടുന്നുവോ അതിന് നീ അടിമയായിരിക്കും. റോമാലേഖനത്തിനകത്ത് 2 സമയം വായിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 6:16 തോന്നുന്നു. കർത്താവിന് സ്തോത്രം. നീ ഏതിനോട് പരാജയപ്പെടുന്നു, നീ ഏതിനോട് തോക്കുന്നുവോ, നീ ഏതിനെ അനുസരിക്കുന്നുവോ അതിന് നീ അടിമയായിരിക്കും. കർത്താവിന് സ്തോത്രം. ഒന്നുകിൽ ദൈവത്തിന്റെ വചനത്തിന് നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പിശാചിന്റെ പൊയ്കൾക്ക് ആമേൻ പറഞ്ഞ് നിന്റെ ജീവിതത്തെ എന്നേക്കുമായിട്ട് നശിപ്പിക്കാം. തീരുമാനം നമ്മുടേതാ. അവൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ചെടികളല്ല, അവയാൽ അവൻ സ്തോത്രം കോട്ടകളെ നാം വെട്ടിക്കും. അവൻ സ്തോത്രം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന സങ്കല്പങ്ങളുടെ കോട്ടകൾ, എല്ലാ ഉയർച്ചകൾ അതിനെ ഇടിച്ചു കളയുവാൻ ശക്തിയുള്ളത്. അവൻ സ്തോത്രം തീർന്നില്ല. അവൻ സ്തോത്രം ദൈവത്തിന്റെ അവൻ സ്തോത്രം അവൻ ക്രിസ്തുവിന്റെ അനുസരണത്തിനായിട്ട് അവൻ എല്ലാ വിചാരത്തെയും പിടിച്ചടക്കി പിടിച്ചടക്കി പിടിച്ചടക്കി. അവൻ ചിലയിടത്ത് പറയണമെന്നുണ്ട് പിടിച്ചടക്കുക, ചിലയിടത്ത് ചെയ്യണമെന്നുണ്ട് പിടിച്ചടക്കുക, ചിലയിടത്ത് താഴ്ന്നിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? വിചാരത്തെ നാം പിടിച്ചടക്കുക. അവന്റെ പേര് വിക്ടോറിയസ് ക്രിസ്ത്യൻ. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. നീയാ ക്രിസ്തുവിൽ ജയാളി. കർത്താവിന്റെ സ്തോത്രം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച ദൂതിന് മുമ്പ് ഞാൻ ഏൽപ്പിക്കുക. അവൻ വിചാരത്തെ പിടിച്ചടക്കുവാൻ എനിക്ക് ശക്തിയില്ല. എത്ര പേർ കർത്താവിനോട് ആമേൻ പറയും? ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവിന്റെ സ്തോത്രം, നമ്മെ തന്നെ വിധിക്കുന്നവൻ വിധിക്കപ്പെടുന്നില്ലെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർ ലേഖനം 11:31 വാക്യത്തിനകത്ത് പറയുന്നു. If you judge yourselves rightly, you will not be judged. നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല. രാത്രി വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ കർത്താവേ, ആമേൻ സ്തോത്രം, എന്റെ ചിന്തകളെ ആമേൻ സ്തോത്രം നിന്റെ വചനവുമായി തട്ടിച്ചു നോക്കി ഞാൻ എവിടെയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കണം. ഡിസൈഡ് ചെയ്യുവാൻ, അതിനെ വിവേചിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്ക് ചിന്തകളുണ്ട്. ആമേൻ സ്തോത്രം. ഒരു സെൽഫ് റൈച്ചസ്നെസ്, ആമേൻ, ഒരു ജസ്റ്റിഫൈയിങ് സ്പിരിറ്റ്. ഞാൻ എന്തു പറഞ്ഞാലും ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെയാ. ഇല്ല, ഇന്ന് രാത്രി ഞാൻ ഒരു തീരുമാനമെടുക്കുക. ഞാൻ എന്നെ തന്നെ വഞ്ചിക്കത്തില്ല. ഞാൻ എന്നെ തന്നെ വഞ്ചിക്കത്തില്ല. പിശാചിന്റെ ആമേൻ വാക്കുകൾ കേട്ട് അവയ്ക്ക് തെറ്റുപറ്റിയപ്പോ അവ പറഞ്ഞു, അവൻ ഈ പിശാചിനെ വഞ്ചിച്ചു. ആദം പറഞ്ഞു, അവൻ സ്വന്തം നീ എനിക്ക് ഭാര്യയായി തന്നിരിക്കുന്നത് അവൻ സ്വന്തം എന്നോട് കഴിപ്പാൻ പറഞ്ഞു. ഇന്ന് രാത്രി അവൻ ആ ജസ്റ്റിഫൈ സെൽഫ് റൈച്ചസ്നെസ് അവൻ നമ്മളെ വിട്ട് മാറിപ്പോകട്ടെ. ദൈവസന്നിധിയിലേക്ക് ചോദിക്കുക. കർത്താവോട് പറയാം, കർത്താവേ, എന്റെ ഹൃദയത്തിനകത്ത് ധാരാളം ചിന്തകളുണ്ട്. I do not know whether it is true. Amen. In line with the word of God. ദൈവത്തിന്റെ വചനവുമായിട്ട് ഒത്തുപോകുമെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവേ, പരിശുദ്ധാത്മാവേ, convict my heart. കർത്താവേ, എന്റെ ഹൃദയത്തോട് ഇടപെടണമേ. അവൻ രണ്ടാമതൊരു കർത്താവേ, എനിക്ക് ശക്തിയില്ല. ചിലരോടൊക്കെ ക്ഷമിക്കാൻ എങ്ങനെ പറ്റും? എന്റെ ജീവിതത്തെ നശിപ്പിച്ച്, എന്റെ ഹൃദയത്തെ ഇടിച്ച് പൊടിച്ചു കളഞ്ഞ, എന്നെ ഇതുപോലെ നരക തുല്യമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ആ മനുഷ്യനോട്, ആ സ്ത്രീയോട്, ആ പുരുഷനോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും? ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ ശക്തി എനിക്ക് വേണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആമേൻ സ്തോത്രം, ഞാൻ 3 പ്രാവശ്യം ആമേൻ ഞാൻ പ്രാർത്ഥിച്ചു. I prayed for that 3 times. കർത്താവ് ആമേൻ സ്തോത്രം എന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient for thee. My strength is made perfect in your weakness. ആമേൻ സ്തോത്രം, എന്റെ ശക്തി നിന്റെ ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. ഇന്ന് രാത്രി എത്ര പേര് പറയും, ഞാൻ ബലഹീനനാ, എനിക്ക് കഴിയത്തില്ല. പത്രോസിനെ പോലെ ആമേൻ സ്തോത്രം പലതും ഞാൻ വിളിച്ചു പറയാറുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കത്തില്ലപ്പ. I need your strength. എത്ര പേര് ആത്മാർത്ഥമായിട്ട് പറയും, ആത്മാർത്ഥമായിട്ട് പറയും. കർത്താവിന്റെ വചനം പറയുക, നിന്റെ ബലഹീനതയിൽ വെളിപ്പെടാൻ പോകുന്നത് നിന്റെ ശക്തിയല്ല, നിന്റെ ബലഹീനതയിൽ വെളിപ്പെടാൻ പോകുന്നത് അത്യുന്നതനായവന്റെ ശക്തിയാ. അവന്റെ ശക്തിയാ. നീ ക്ഷമിക്കുക മാത്രമല്ല, നീ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. Will you pray? അവൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ശക്തി, നിന്റെ ഗ്രേസ് എനിക്ക് വേണം, നിന്റെ കൃപ എനിക്ക് വേണം. ദൈവത്തിന്റെ വചനം പറയുന്നു, God gives grace to the humble. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും,
താഴ്മയുള്ളവർക്ക് അവിടുന്ന് കൃപ കൊടുക്കുന്നത്. രാത്രി ആ കൃപ, ആ ശക്തി നിന്റെ അകത്ത് വരണമെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിനോട് സമ്മതിക്കണം. I'm helpless daddy. എത്ര പേര് പറയും, കർത്താവ് എന്റെ കുടുംബജീവിതം ഒന്ന് റിവൈവ് ചെയ്യണമേ, എന്റെ കുഞ്ഞുമക്കളുമായിട്ടുള്ള ബന്ധം ഒന്ന് റിവൈവ് ചെയ്യണമേ, എന്റെ മാതാപിതാക്കളോടുള്ള ബന്ധം ഒന്ന് റിവൈവ് ചെയ്യണമേ. അമ്മേ, ചിലരെയൊക്കെ എന്റെ ഹൃദയത്തിനകത്ത് കയ്പ്, the spirit of bitterness, I renounce that in Jesus name. എത്ര പേര് അമ്മേ സ്തോത്രം പിശാചിനോട് പോകാൻ പറയും, എന്റെ ജീവിതത്തിൽ നീ എനിക്ക് ആവശ്യമില്ല. അമ്മേ സ്തോത്രം spirit of unforgiveness, leave my life right now in Jesus name. യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ട് മാറിപ്പോ. എത്ര പേര് പറയും, എത്ര പേര് പറയും ആമേൻ? കേൾക്കുന്ന ശബ്ദത്തെ വിളിച്ചു പറഞ്ഞാട്ടെ, I renounce. ആമേൻ, ഞാൻ വിളിച്ചു പറയുക, യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ട് പോ. ശക്തമനസ്യ പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി എനിക്ക് വേണം. മൂന്നാമതായ ഒരു പ്രാർത്ഥന, കർത്താവേ, എന്റെ ആ തെറ്റായ ചിന്തയുടെ സ്ഥാനത്ത് നിന്റെ തിരുവചന സത്യത്തെ റീപ്ലേസ് ചെയ്യണമേ, റീപ്ലേസ് ചെയ്യണമേ. ഒരുപക്ഷെ എന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകാം, Amen. Sodram, you are not going to be, amen, delivered from this, healed from this. Hallelujah. Amen. എന്നാൽ ഞാൻ വിശ്വസിക്കാൻ പോകുന്നത്, കർത്താവേ, നിന്റെ തിരുവചനം സത്യമായിരിക്കണം. അപ്പാ, എന്റെ ഹൃദയത്തിനകത്തുള്ള ഭയം, ആമേൻ, സോദരം, ഹല്ലേലൂയ, സങ്കീർത്തകൻ പറയുക, അവന്റെ എല്ലാ ഭയത്തിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു. ഇന്ന് രാത്രി ഭയം മാറട്ടെ. ഹല്ലേലൂയ. രോഗം മാറത്തില്ലെന്ന് പിശാച് പറഞ്ഞ, ഡോക്ടർ പറഞ്ഞ അതേ സ്ഥാനത്ത് കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പാ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, replace my thoughts with the truths of the word of God. ദൈവത്തിന്റെ വചനം എനിക്ക് റീപ്ലേസ് ചെയ്യണമേ.